പീരിയഡ്സ് ടൈമിൽ നമുക്ക് സ്കൂളിൽ വരാൻ പറ്റും അല്ലേ? പറ്റും. ഓക്കെ. ഹായ്, പേര് പറയൂ. നന്ദന. നന്ദന 8th തന്നെ പഠിക്കുന്നത്. ഇവരെല്ലാം 8ാം ക്ലാസ് വരാം. ഓക്കെ. ഇത് ഇവിടെ ഇപ്പം ഇത് ഗേൾസ് ഓൺലി സ്കൂളാണല്ലോ. അപ്പം എല്ലാ ഗേൾസിനും എന്നും സ്കൂളിൽ വരാം. അവർക്ക് പീരീഡ്സ് ടൈമിലൊന്നും വീട്ടിൽ റെസ്റ്റ് എടുക്കണ്ട, ഇവിടെ വരാം. 2 ബെഡുണ്ട്, അപ്പം ടോയ്ലറ്റ് ഉണ്ട്. അതുകൊണ്ട് യൂസ്ഫുൾ നല്ലൊരു കാര്യമാണ്. പീരീഡ്സിന് എഴുന്നേക്കാൻ പറ്റാത്ത പെയിൻ ഉള്ള ആരൊക്കെ ഉണ്ട് ഈ കൂട്ടത്തില്? പീരീഡ്സ് സമയത്ത് എഴുന്നേക്കത്തില്ല നമ്മള്, ആണോ? ഞാനും അടിക്ക്. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു പേടിയാണ് അന്നത്തെ ദിവസം തന്നെ അല്ലേ? അപ്പം ഇപ്പൊ വരാറുണ്ടോ ഇങ്ങോട്ടേക്ക്? വരാറുണ്ട്, പ്രശ്നമില്ല. ഈ റൂമുള്ളതുകൊണ്ട് ഇപ്പൊ ലീവ് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. റെസ്റ്റ് എടുക്കാം. എല്ലാം ഉണ്ട് ഇവിടെ. ഇവിടെ സമയപരിധി വല്ലതും ഉണ്ടോ? ഇത്ര സമയം കിടക്കാവുള്ളൂ അങ്ങനെയൊന്നും ഇല്ല. സ്കൂൾ ക്ലാസ് ടൈം കഴിയുമ്പോ പൊക്കോണോ അല്ലേ? ഓക്കെ. പേരെന്താ? പൂർണ്ണശ്രീ. പൂർണ്ണശ്രീ. പൂർണ്ണശ്രീ, നല്ല ചിരി. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 8th തന്നെയാണ്. പറയൂ, എന്താണ് ഒപ്പം എന്ന പദ്ധതിയെ കുറിച്ച് പറയാനുള്ളത്? ഈ ഒപ്പം റൂം ഭയങ്കര യൂസ്ഫുൾ ആണ്. നമുക്ക് എന്ത് അസുഖം വന്നാലും ഇവിടെ വന്ന് കിടക്കാം. ഇപ്പം നമുക്ക് ഇവിടെയുള്ള ആന്റി എന്ത് വേണം ചെയ്തു തരും. പിന്നെ ഇവിടെ ഭയങ്കര റെസ്റ്റ് ചെയ്യാനൊക്കെ ഭയങ്കര പീസ്ഫുൾ ആയിട്ട് നല്ല രസമാണ്. ഇടയ്ക്ക് നിങ്ങൾ നുണ പറഞ്ഞൊക്കെ വരാറുണ്ടോ നമ്മള്? ഇല്ല. ശരി ശരി. പേരെന്താണ്? ഭവ്യ. ഭവ്യ. ഭവ്യ പറയൂ. ഒപ്പം റൂം നല്ലൊരു 8ാം ക്ലാസ്സിൽ തന്നെയാണോ? നിങ്ങൾ എല്ലാരും കൂടെ 8ാം ക്ലാസ്സുകാർ മുഴുവൻ ക്ലാസ് കട്ട് ചെയ്ത് ഇറങ്ങിയാ? നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള റൂമാണ്. നമുക്ക് ഇവിടെ വന്നിരിക്കുമ്പോൾ നല്ല കാമാണ്, പിന്നെ സൈലന്റ് ആണ്. നമുക്ക് എന്തെങ്കിലും ഒരു വയ്യായിക വന്നാൽ പെട്ടെന്ന് തന്നെ റൂം മെയിൻറ്റെയിൻ ചെയ്യണ ആളെടുത്ത് പറഞ്ഞാൽ നമുക്ക് റൂം തുറന്നു തരും. പിന്നെ ടോയ്ലറ്റ് ഉണ്ട്. പീരീഡ്സ് ആണ് ടൈമില് പാഡൊക്കെ ചേഞ്ച് ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കണ്ട. പ്രൈവസി ആയിട്ടുള്ള ടോയ്ലറ്റ് ഉണ്ട്. നല്ലൊരു പ്രൈവസി കിട്ടും. മറ്റൊരാളടുത്ത് പറയണ്ട, നമുക്ക് തന്നെ വന്നിട്ട് മാറാം. പിന്നെ പാഡ് എടുത്തോന്നുള്ള പേടി വേണ്ട. ഇവിടെ ഉണ്ട്. അടുത്ത് പറഞ്ഞാൽ നമുക്ക് എടുത്തു തരും. നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തരും. പിന്നെ വെയിറ്റ് നോക്കാനുള്ള സംഭവം ഉണ്ട്, ഹൈറ്റ് നോക്കാനുള്ള ഉണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട്. അതിന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളോട് പറയുന്നത്, നമ്മളിതെല്ലാം എല്ലാവരും ഒരേ കാര്യമാണല്ലോ പറയുന്നത്, ചെറിയ കാര്യമാണല്ലോ എന്ന് വിചാരിക്കും. പക്ഷെ അല്ല, ഞങ്ങളെ സംബന്ധിച്ച് ഇത് വലിയ കാര്യമാണ് അല്ലെ? സ്ത്രീകളെ സംബന്ധിച്ച്, പെൺകുട്ടികളെ സംബന്ധിച്ച് ഇത് വലിയ കാര്യമാണ്. ആ സമയത്ത് നമുക്ക് കുറച്ച് കെയർ കിട്ടുക എന്ന് പറഞ്ഞാൽ ആണോ വലിയൊരു കാര്യമാണ്. ആണോ? അങ്ങനെയാണോ? ആണ്. പേര് പറയാമോ? പേര് അർച്ചന. അർച്ചന. 10ലാണ്. 8ാം ക്ലാസ് വരെ നമ്മൾ വിട്ടു. ഇനി 10ാം ക്ലാസ് പഠിക്കുന്നത്. സംഭവം ഇടയ്ക്കിടയ്ക്കൊക്കെ BP ലോ ആയി വീഴുന്ന ഒരു പേഷ്യന്റ്. ഞാൻ അങ്ങനെയാണ്. ട്രീറ്റ്മെന്റിൽ ഇരിക്കുന്ന ഒരാളാണ്. അപ്പം മാക്സിമം എന്നെ HM ഒക്കെ വന്നിട്ട് കെയർ ചെയ്യുന്നത് ഇവിടെ വന്നിട്ടാ. സംഭവം ഇവിടുത്തെ ആന്റിമാരൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. എന്താ തേയില വേണമെന്ന് പറഞ്ഞാലും ചൂടുവെള്ളം എല്ലാം അവര് തന്നെ ഇട്ട് തരാറുണ്ട്. വീട് പോലെ. അതെ, വീട്ടിനെ കാട്ടി നല്ല കെയർ തരുന്നുണ്ട്. വീടിനെക്കാട്ടിലും അവർക്കൊക്കെ ജോലിക്ക് പോകണം. അപ്പം ഞാൻ അവിടെ ഒറ്റയ്ക്കായിരിക്കും. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാലും ലീവ് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അവർക്കും ലീവ് എടുക്കേണ്ടി വരും. അവരും ബുദ്ധിമുട്ടാണല്ലോ. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല കെയർ ആണ്. BP ഇടയ്ക്കിടയ്ക്ക് ലോ ആവുമ്പോ ഉപ്പിട്ട് കഞ്ഞിവെള്ളം, ഉപ്പിട്ട് കഞ്ഞിവെള്ളം ഒക്കെ കിട്ടോ? സ്കൂളാണ് കേട്ടോ. പേര്? നിവേദിത. 10ാം ക്ലാസ് ആണോ? 9th-ലാണ്. എന്താണ് നിവേദിത പറയാനുള്ളത്? പ്രത്യേകിച്ച് പീരിയഡ്സ് ടൈമിൽ ഈ റൂം കംഫോർട്ട് സോൺ ആണ് ഗേൾസിന് പൊതുവെ. കാര്യം എന്താ വെച്ചാൽ നമുക്ക് തലവേദന, ചേച്ചി പറഞ്ഞ പോലെ തലവേദനയും വയറുവേദന എടുക്കുമ്പോൾ ബെഞ്ച് നമ്മൾ കുനിഞ്ഞ് കിടക്കുന്നതിനെക്കാട്ടി കട്ടിൽ തന്നെയുണ്ട്, കട്ടിലിൽ കിടക്കാം. പിന്നെ എല്ലാ സ്കൂളിലും ഇങ്ങനെ റൂം വേണമെന്നാണ് എൻ്റെ ഒരു സജഷൻ, പ്രത്യേകിച്ച് ഗേൾസ് സ്കൂളിൽ. അതാണ് ആഗ്രഹം, ആവശ്യം അല്ലേ? ഓക്കെ. ഹായ്, എന്റെ പേര് അമീലിയ. ഞാൻ 10th-ലാണ്. ഞാൻ 10th-ലാണ് പഠിക്കുന്നത്. ഓക്കെ. പറയൂ. ഇവിടെ നമുക്ക് നല്ലൊരു കംഫർട്ട് സോൺ ആണ്. ഇപ്പൊ നമുക്കിവിടെ ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഉണ്ട്. ഇപ്പൊ നമുക്കിവിടെ ഇപ്പൊ ആളുകൾ തല ഇറങ്ങിയൊക്കെ വീഴുമ്പോ നമുക്ക് ഇപ്പൊ പെട്ടെന്ന് ഇവിടെ കൊണ്ടുവരാനൊക്കെ പറ്റും. ഇവിടെ ഫസ്റ്റ് എയ്ഡ് ഒക്കെ കൊടുക്കും. പിന്നെ ഇവിടെ വീൽ ചെയർ ഒക്കെ ഉണ്ട്. നോക്കിക്കൊണ്ടൊന്നും വരണ്ട, നിങ്ങൾക്ക് വീൽ ചെയർ വരെ ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. 2 ബെഡുണ്ട്, ഫാൻ ഉണ്ട്, ലൈറ്റ് ഉണ്ട്. ഏറ്റവും എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയത് ഒരു ബാത്റൂം ഉണ്ട്. നമുക്ക് വളരെ ആ സമയത്ത് നമുക്ക് പ്രൈവസി എന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നതാണ്. അത് വയ്യാണ്ടിരിക്കുമ്പോൾ, അത് പീരിയഡ്സ് ടൈം ആണെങ്കിലും നമുക്ക് സുഖമില്ലാത്ത സമയത്താണെങ്കിലും മൈൻഡ് ഒന്ന് ഓക്കെ ആയിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം. മൈൻഡ് ഓക്കെ ആക്കുക, പിന്നെയാണല്ലോ ഹെൽത്തിന്റെ ബാക്കി കാര്യങ്ങൾ ഫിസിക്കലി വരുന്നത്. അപ്പൊ അതിന് പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. ഒരുപാട് സ്കൂളുകളിലേക്ക് റെക്കമെൻഡ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. പണ്ട് ഒപ്പം റൂം ഇല്ലാത്ത സമയത്ത് നമ്മൾ ക്ലാസ്സിൽ റെസ്റ്റ് എടുക്കണമായിരുന്നു. അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. പക്ഷെ ഇപ്പൊ ഒപ്പം റൂം വന്നതിന് ശേഷം നമുക്കിവിടെ റെസ്റ്റ് എടുക്കാം, പ്രോപ്പർ റെസ്റ്റ് തരും. പിന്നെ ഇവിടെ PTA അംഗങ്ങളൊക്കെ വന്ന് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരും. അങ്ങനെയൊക്കെ കുറെ
ബെനിഫിറ്റ്സ് ഉണ്ട്. ഓക്കെ, എന്താണ് ഇത്, എന്താണെന്നും കൂടി പറഞ്ഞു കൊടുക്കുക. ഇത് നോക്കൂ, ഇതാണ് ഗോടെക്. ഗോടെക് അംബാസിഡർ ആണ്. മോളുടെ പേരെന്തായിരുന്നു? അമേലിയ. അമേലിയ. അമേലിയ, എന്താണ് ഇതൊന്നും കൂടി ഒന്ന് പറയൂ. ഗോടെക് എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റീസ് ത്രൂ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ. അത് ഡിസ്ട്രിക്ട് പഞ്ചായത്ത് ഇംപ്ലിമെന്റ് ചെയ്ത ഒരു പ്രോഗ്രാമാണ്. നമ്മുടെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് പിന്നെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു പ്രോഗ്രാം. അപ്പൊ എന്തൊക്കെയാ അതിൽ വരുന്നത്? നിങ്ങൾ എന്തൊക്കെയാ ചെയ്യാ? അതെന്ന് പറഞ്ഞാൽ നമ്മൾ ആക്ടിവിറ്റീസിലൂടെ തന്നെ നമ്മൾ ഇംഗ്ലീഷ് കുറച്ചുകൂടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എൻഹാൻസ് ചെയ്യാണ് ചെയ്യുക. ഇപ്പൊ നമുക്ക് ഇഷ്ടമുള്ളവരാണ് ഇതിൽ ജോയിൻ ചെയ്യുന്നത്? എങ്ങനെയാണ്? അങ്ങനെയല്ല, നമുക്ക് ഫസ്റ്റ് നമുക്ക് ഒരു 50 സ്റ്റുഡൻസ് ആണ് ഒരു ബാച്ച് ആയിട്ട് വരിക. 7th 8th ഈ 2 ക്ലാസ്സിലാണ് നമുക്ക് നടത്തുന്നത്. അവരെ നമുക്കൊരു ഓഡീഷൻ പോലെയൊക്കെ നടത്തിയിട്ട് അതിൽ കൂടുതൽ നമുക്ക് നന്നായിട്ട് സംസാരിക്കാൻ ഒരു കേപ്പബിൾ ആയിട്ടുള്ള കുട്ടികളെ തെരഞ്ഞെടുത്തിട്ട് ആളുകൾ വന്ന് ക്ലാസ് എടുക്കുന്നുണ്ടോ? പുറത്തുനിന്ന് ആളുകൾ വരുന്നുണ്ട്. ഇവിടുത്തെ ടീച്ചേഴ്സ് മെന്റേഴ്സ് ആകുന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ അതിലുള്ളവരെല്ലാം അംബാസിഡേഴ്സ് ആണ്. അങ്ങനെയുള്ള അംബാസിഡർ ആണ് ഇതും. അപ്പം പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്നും വലിയ രീതിയിലുള്ള ഒരു സഹായം സ്കൂളിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ 10ാം ക്ലാസ് ആകുമ്പോഴേക്കും എല്ലാ രീതിയിലും എല്ലാ മേഖലകളിലും ഇവർക്കൊരു ഉയർച്ച കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പേരെന്താണ്? എൻ്റെ പേര് ലക്ഷ്മി. ഞാൻ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള സൗകര്യങ്ങളെ പറ്റിയാണ്. ഇപ്പോൾ BP കുറഞ്ഞാലാണെങ്കിൽ നമുക്ക് ഡിജിറ്റൽ BP അപ്പാരറ്റസ് വെച്ച് നമുക്ക് BP നോക്കാം. പിന്നീടാണെങ്കിൽ ഓക്സിമീറ്റർ വെച്ച് ഓക്സിജൻ അളക്കാൻ പറ്റും. പിന്നീടാണെങ്കിൽ ഇപ്പോൾ ബാക്ക് പെയിൻ അല്ലെങ്കിൽ വയറുവേദനയൊക്കെ വന്നാലാണെങ്കിൽ ഹോട്ട് വാട്ടർ ബാഗ് ഉണ്ട്. അത് വെച്ച് നമുക്കൊരു കംഫർട്ട് ഫീലിംഗ് കിട്ടും. അങ്ങനെ ഒരുപാട് സൗകര്യങ്ങളുണ്ട്. ഇപ്പൊ എന്റെ അമ്മയൊക്കെ പഠിച്ചിരുന്ന സമയത്താണ് അമ്മ പറഞ്ഞിട്ടുണ്ട് എന്നെക്കാളും അപ്പുറം വയറുവേദനയായിരുന്നു അമ്മയ്ക്ക്. അമ്മ പറഞ്ഞു ഞാനൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കുപ്പിയില് വെള്ളം നിറച്ചിട്ട് ഉരുട്ടും, അങ്ങനത്തെ പരിപാടികളാണ്. പിന്നെ പിന്നെ രാവിലെ ഉലുവെള്ളം, ആ വെള്ളം, ഈ വെള്ളം, മറ്റേ വെള്ളം എല്ലാം കുടിക്കലായിരുന്നു പണി. അപ്പൊ സൗകര്യങ്ങൾ തീരെ കുറവായിരുന്നു. ഇപ്പൊ അമ്മ തന്നെ എന്റെ അടുത്ത് പറയുന്നത് നിങ്ങൾക്ക് എന്ത് സൗകര്യം എന്നിട്ട് നീ ഇത് വിനിയോഗിക്കുന്നില്ല എന്നാണ് എന്റെ അമ്മ എന്റെ അടുത്ത് പറയുന്നത്. ഇവിടെ വരാറുണ്ടോ മോള്? ഞാൻ അങ്ങനെ വരാറില്ല, അതുകൊണ്ടാണ് അമ്മ അങ്ങനെ പറയുന്നത്. ശരി, അത് വേദന ഉണ്ടോ? വേദന എനിക്ക് കുറവാണ് വേദന. ഭാഗ്യവതിയാണ് അല്ലേ? എന്തോ വേദനയെ വരാറില്ല. വേദനയില്ലേ? അത് കൊള്ളാം.